നേരം വെളുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് വൈകുന്നേരമായി. ഈ അർദ്ധരാത്രിയായിട്ട് മഹാരാജാവിനെ കാണുന്നില്ലല്ലോ. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ഞാത്തിരാജൻ ഞാത്തി. ഞാത്തിയോ? അതല്ല മഹാരാജൻ, ഞാൻ എത്തിയെന്ന്. ആരാടാ ഇവിടെ മുഴുവൻ ആണി നിരത്തിയിട്ടത്? അങ്ങല്ലേ പറഞ്ഞത് ആണി നിരത്താൻ? അയ്യോ, ആണി നിരത്താനല്ല, കൊട്ടാരം ഭടന്മാരെ അണിനിരത്താനാണോ പറഞ്ഞത്? അങ്ങനോട് ക്ഷമിക്കണം രാജൻ. വിവരമില്ലാത്ത അങ്ങ് പറയുന്നത് ബോധമില്ലാത്ത അങ്ങ് തന്നെ പൊറുക്കണം. ആ രാജൻ, ഇന്നലെ ദീപാവലി ആയിരുന്നു അല്ലേ? ഇല്ല. എന്താ മന്ത്രി അങ്ങനെ ചോദിച്ചത്? അല്ല, അങ്ങയുടെ അന്തപുരത്തിൽ നിന്നും മാലപ്പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു. അത് അവിടെ വരെ കേട്ടല്ലേ. ഇതാണ് ഞാൻ അവിച്ച ചക്കക്കുരു തിന്നാത്തത്. മഹാരാജൻ, ഞാൻ കുറച്ചു നേരമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ? അങ്ങക്ക് എന്താണ് ഒരു ആലോചന? സുലോചന സുലോചന, രാത്രിയിൽ ഞാൻ സ്റ്റാൻഡിൽ കണ്ട സുലോചന. LKGയോ UKGയോ +1 +2 എന്നിനി അവളെ കാണുമെന്നൊരാലോചന. സുലോചന സുലോചന സുലോചന. അയ്യോ, അതല്ല ഞാൻ ചോദിച്ചത്. അങ്ങ് ഉറങ്ങുമ്പോൾ എന്തിനാണ് ഈ മുറിയുടെ ജനൽ ഇങ്ങനെ തുറന്നിടുന്നത്? എന്ത് പറ്റി മന്ത്രി? ഇന്നലെ റാണിയും അങ്ങും കിടന്നുറങ്ങുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. അങ്ങനെ പറയാൻ മഴയായില്ല. അതെന്താ? ഞാൻ ഇന്നലെ അന്തപുരത്തിന്റെ സൈഡിലേക്ക് പോയതേ ഇല്ല. അപ്പൊ ആളിനെ പിടികിട്ടി. മഹാരാജൻ, ആവലാതി പറയാൻ ഒരാൾ വന്ന് കാത്തു നിൽക്കുന്നു. ദൈവമേ, വാക്കു രുചിയായിട്ട് ഒരു ആവലാതി കേട്ടിട്ട് എത്ര നാളായി. അവനോട് കേറി വരാൻ പറ. ശരി രാജൻ. എന്താ വന്നത്? ആവലാതി പറയാൻ വന്നതാ. പറയൂ, കേക്കട്ടെ. ആവലാതി 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 5 ആവലാതി. പറയപ്പെടാലവലാതി. ഏതാടാ ഇവൻ? മഹാരാജൻ, മറ്റൊരു പ്രധാന കാര്യം പറയണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. എന്താ മന്ത്രി, പറയൂ. നമ്മുടെ ക്ഷേത്രത്തിലെ ആറാട്ടൊക്കെ ഒന്ന് കേമമാക്കണം. ശരിയാ, ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അടുത്ത പ്രാവശ്യം മുതൽ 6 ആട്ടോ എന്നുള്ളത് മാറ്റി 7 ആട്ടോയും 4 കാറും കൊടുക്കാം. എന്താ? കൊള്ളാം, നന്നായി. ഇടോ മന്ത്രി, നമ്മുടെ മനസ്സാകെ അസ്വസ്ഥ പങ്കില ജങ്കിലമാണ്. നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിച്ച് കാണിക്കാൻ കൊട്ടാര നർത്തകികളോട് വരാൻ പറയൂ. അവരാടട്ടെ, പാടട്ടെ, സമ്മാനം കൊണ്ട് ഓടട്ടെ. കൊള്ളാം, നല്ല കപക്കൂറുള്ള ദേഹം. പോസ്റ്റർ ഒട്ടിക്കാം. പഞ്ഞമാസം വന്നു ചേർന്നാൽ ഞങ്ങളെങ്ങനെ ഡാൻസ് കളിക്കും. നിങ്ങളില്ലേ ബോറടി മാറ്റാൻ ഞാൻ കോളടിക്കും, പിന്നെ ലാർജടിക്കും. സമ്മാനമൊന്നുമില്ലേ, പൊന്നും പണവുമില്ലേ, ഞങ്ങൾ തന്തയ്ക്ക് വിളിക്കും. തന്തയ്ക്കു മാത്രമല്ല പറളെ വിളിച്ചാലും മണം കേടാത്തവന ഞാൻ. വിളിക്കോടി വിളിക്കും വിളിക്കും വിളിക്കും. നീ അതും വിളിക്കും, അതിന്റെ അപ്പുറവും വിളിക്കും. നൃത്തം നമുക്ക് നന്നായി ബോധിച്ചിരിക്കുന്നു. മന്ത്രി, അതിങ്ങെടുക്കൂ. ഇല്ല, ഇത് ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. വൃത്തികെട്ടവനെ ആ കിഴിയിങ്ങെടുക്കാൻ. അതായിരുന്ന ഇതാ മഹാരാജൻ. മഹാരാജൻ, ഇത്രയും ചെറിയൊരു നൃത്തം ചെയ്തതിന് ഇത്ര വലിയ പണക്കിഴി സമ്മാനമോ? അത് പണക്കിഴിയല്ല, ഞവരക്കിഴിയാ. വേഗം വിളക്കി നൃത്തം ചെയ്തല്ലേ, കൊണ്ടുപോയി കിഴി പിടിക്കുമെന്നേ. മഹാരാജൻ, പ്രാണി വരുന്നു. എന്താ പ്രാണിയോ? നിർത്തരാജൻ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. അയ്യോ, അതല്ല, അങ്ങ് എന്താണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത്? ഞാനല്ലേ പറഞ്ഞ പ്രാണി വരുന്നു. അയ്യോ, പ്രാണിയല്ല, റാണി വരുന്നെന്നാ പറഞ്ഞത്. റാണി ഇത്രയും സമയം എവിടെ പോയിരുന്നു? ഞാൻ സംഗീത ക്ലാസ്സിന് പോയിരുന്നു. സംഗീത ക്ലാസ്സിന് എവിടെയെങ്കിലും പോട്ട് നിനക്കിങ്ങ് പോന്നൂടായിരുന്ന? മന്ത്രി, എനിക്ക് കുറെ പൂ വേണം കേട്ടോ. റാണിക്ക് ഏത് പൂവാ വേണ്ടത്? എനിക്ക് 10 റോസ് വേണം. 10 റോസാ? അവൻ ആളത്ര ശരിയല്ല. അവന്റെ അനിയനെ വേണമെങ്കിൽ വിളിക്കാം. അതല്ല, 10 റോസാപ്പൂ വേണമെന്ന്. സാധിക്കില്ല. സാധിക്കില്ലെങ്കിൽ വേണ്ട, അവന്റെ അനിയൻ സിദ്ദിഖിനോട് വരാൻ പറയാം. പിന്നൊരു കാര്യം, പൂവൊക്കെ തരാം. അതും ചൂടി ബസ് സ്റ്റാൻഡിലെങ്കിലും പോയി ഇരുട്ട് ബാക്കിന് പോയി നിന്നേക്കരുത്. അതെന്താ? റാണി റാണി നീ ഒന്നാം നമ്പർ അടിപൊളി കൂട്ടറയിൽ ഒന്നാം നമ്പർ റാണി റാണി നീ ഒന്നാം നമ്പർ അടിമുടി കൂട്ടറയിൽ ഒന്നാം നമ്പർ നാട്ടാർ കണ്ടാൽ റോങ് ആയി തോന്നും റോസ് പൂ വെച്ചാൽ
പ്രാരുക്കാകും ഇളവന്മാരൊക്കെ നിൻ പിന്നാലെ കൂടിടും റാണി റാണി നീ ഒന്നാം നമ്പർ അടിമുടി കൂതറയിൽ ഒന്നാം നമ്പർ നമ്മുടെ റാണിയുടെ സൗന്ദര്യത്തിൽ കണ്ണു വെക്കാതെ കേറി പോടാ വൃത്തികെട്ടവനെ. പ്രഭു, എന്റെ മനസ്സിന് ഒരു സമ്മാനദാനവുമില്ല. എന്തോന്ന്? വല്ല സമാധാനവുമില്ലെന്ന്. എന്താ അതിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം? അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്റെ മരിച്ചമ്മ പെറ്റു. എന്തോന്ന്? വല്ല പെറ്റമ്മ മരിച്ചു. എന്റെ ഈ കഷ്ടകാലം മാറില്ലേ പ്രഭു? തീർച്ചയായും മാറും റാണി. ഈ മനുഷ്യന്റെ ഓരോരോ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റന്നാളെ. നീ നിന്റെ ദുഃഖം കടിച്ചമർത്തു റാണി, കടിച്ചമർത്തു. ശരി രാജൻ. എന്താ ഇത്? അങ്ങനെ പറഞ്ഞത് ദുഃഖം കടിച്ചമർത്താൻ. വല്ലവന്റെ കുഴലിക്കിട്ടാണ് ദുഃഖം കടിച്ചമർത്തുന്നത്. റാണി, എന്താ രാജൻ? ഇത്രയും സൗന്ദര്യവതിയായ നിന്നെ വിവാഹം ചെയ്ത ഞാൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ നീ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെന്താ? ഇവിടെ പലരും നിന്റെ സൗന്ദര്യത്തിൽ കണ്ണു വയ്ക്കുന്നുണ്ട്. രാജൻ, അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്താ? ഇന്നലെ അങ്ങും പടന്മാരും കൂടി നായാട്ടിന് പോയ സമയം അന്തപുരത്തിൽ ഞാൻ തനിച്ചായിരുന്നു. എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ മഹാമന്ത്രി. എന്ത്? ആ മഹാപോക്രിയോ? അവൻ പണ്ടേ ആള് ശരിയല്ല. എന്നിട്ട് അവൻ നിന്നെ എന്ത് ചെയ്തു? പറയൂ റാണി. അദ്ദേഹം പതുങ്ങി നമ്മുടെ അന്തപുരത്തിലെത്തി. ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എന്നിട്ട് അദ്ദേഹം എന്റെ അന്തപുര വാതിലിൽ വെല്ലുമുട്ടി. അരുത് റാണി, അരുത്. ഒരിക്കലും റാണി ആ വാതിൽ തുറക്കരുത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. ആ നശിച്ച നിമിഷത്തിൽ ഞാൻ ആ വാതിൽ തുറന്നു. ഈശ്വര, എല്ലാം നശിപ്പിച്ചല്ലോ. വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു. വേണ്ട റാണി, വേണ്ട. അത് നമുക്ക് കേൾക്കണ്ട. അവൻ എന്താണ് ചോദിച്ചതെന്ന് എനിക്കറിയാം. അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. സർവശക്തിയും സംഭരിച്ച് അങ്ങിത് കേൾക്കണം. എങ്കിൽ നിർത്തൂ. ഞാൻ സർവശക്തിയും ഒന്ന് സംഭരിക്കട്ടെ. ഇനി പറ. അദ്ദേഹം എന്നോട് ചോദിക്കുക. പറടി പെണ്ണാകട്ടെ, പെട്ടെന്ന് പറ. ശ്വാസം കിട്ടൂല. കഴിഞ്ഞ ആഴ്ചത്തെ മംഗളം ഇങ്ങോട്ട് തരുമോ എന്ന്. ഇതിനാണോട് ഇത്രയും വലിയ ബഹളം കാട്ടിയത്? കിഴക്കൊരാന പുറം തിരിഞ്ഞു നിൽക്കണേ. കേറി പോടി, വല്ലവനെ കൊണ്ട് അതൊന്നും പാടിക്കാതെ. രാജൻ, ആരാത്? ഞാനാണ് പ്രഭു. നീയാണോ പ്രഭു? അപ്പൊ പിന്നെ ഞാനാര്? പിച്ചക്കാരനാ? അയ്യോ, നിങ്ങൾ തന്നെ ഇവിടുത്തെ പ്രഭു. നമ്മളിവിടെ ആരുമല്ല. അയ്യോ, നമ്മുടെ മകൾ ദോ വരുന്നു. എന്ത്? നമ്മുടെ മകളോ? അയ്യോ, അങ്ങയുടെ മകൾ തന്നെ ദാ വരുന്നു. മോളെ, നീ ഇത്രയധികം ആഭരണ വിഭൂഷിതയായി എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇതാ പ്രസാദം. അവിടത്തേക്കാ. എവിടെ തേക്കാൻ? ഇവിടെ എങ്ങും തേക്കാൻ പറ്റില്ല. പെയിന്റ് അടിച്ചിട്ടെങ്ങനെ ഉണ്ടല്ലേ? കൊണ്ടുപോയി പുറത്തേക്ക്. എന്തു നല്ല ആഭരണങ്ങൾ. പെണ്ണെ, നിന്നെ ഇങ്ങനെയാക്കിയതാരാ? പെണ്ണെ, നിന്നെ ഈ വിധമാക്കിയതാരാ? ലൂക്കോസോ? ഏത് ലൂക്കോസ്? അയ്യോ, അതല്ല, ആലൂക്കാസ് ആണെന്ന്. ഇതെവിടെന്നാ? മൂലപ്പാട്ട് ഫാഷൻ. അപ്പോൾ ഇതോ പൂരപ്പാട്ട് ഫാഷൻ. അപ്പോൾ ഇതോ? ഇത് നിന്റെ കുഞ്ഞമ്മ കെട്ടിച്ചപ്പോ സ്ത്രീധനമായിട്ട് കിട്ടിയത്. എന്താ വേണോ? എനിക്ക് വേണ്ടേ. ഏതായാലും അടിപൊളി ഉരുപ്പടിയാ. വൃത്തികെട്ടവരെ, വൃത്തികേട് പറയുന്നോടാ തെണ്ടി. വൃത്തികേടല്ല, അടിപൊളി ഉരുപ്പടികളാ കുമാരി ഇട്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. ഉള്ള അടി മൊത്തം വാങ്ങിച്ചു കെട്ടി. കുമാരി കുലീനതെ, നിന്റെ വിവാഹം വളരെ വിവാദപൂർണമായി നടത്താൻ തന്നെ നാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ പൊന്നച്ഛനാ. പൊന്നച്ഛനാണോ നിന്റെ അച്ഛൻ? അപ്പൊ പിന്നെ ഞാനാരാ? ആരാന്തോ റാണിയോട് തന്നെ പോയി ചോദിക്കാം. ആരാണച്ഛാ എന്റെ വരൻ? പുന്നാപുരം കൊട്ടാരത്തിലെ കൂതറ കുലജാതനും ശ്രീ രോമപാതനുമായ ഒരു അടിപൊളി ചെറുക്കനെയാണ് നിനക്ക് നാം കണ്ടുവച്ചിരിക്കുന്നത്. അവന്റെ പേര് കേട്ടാൽ തന്നെ ഈ 14 ലോഹങ്ങളും കിട്ടാ പറയ്ക്കും. എന്താണച്ച പേര്? പൊടിമോൻ. പൊടിമോൻ. ആരായാലും ശരി, അവൻ സൽഗുണ സമ്പന്നനായിരിക്കണം. എടോ മന്ത്രി, വായി തുറന്നിരിക്കാൻ നമ്മുടെ പൊടിമോൻ രാജകുമാരനെ കുറിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. നാലുകാല സ്ഥിരം നാലുകാല, 2 പെഗ് വീശി എന്നാലാകെ പോറ. പാറ് കണ്ടാൽ അവന്റെ പോറുമാറും, 2 തല്ല് കിട്ടി എന്നാൽ വാറുമാറും. ആരും കാണാതാറെണ്ണം വീശും, പാരിൽ തന്നെ മൂലയ്ക്ക് ചായും.
കയ്യിലുള്ള കാശെടുത്ത് ബാറിലുള്ള വെയിറ്റർമാർക്ക് 100 രൂപ വീതം അങ്ങ് ടിപ്പ് കൊടുക്കും. പിന്നെ ഓവറാകുന്നിടത്ത് അവർ ടിപ്പ് കയ്യിൽ വാങ്ങിയിട്ട് കോളറിന്മേൽ തൂക്കി മെല്ലെ റോഡിലാക്കും. ഓ എടോ മന്ത്രി, അതും ഇതും പറഞ്ഞു നിൽക്കാൻ നമ്മുടെ പൊടിമോൻ രാജകുമാരനെ എത്രയും പെട്ടെന്ന് രാജസദസ്സിലേക്ക് ആനയിക്കൂ. അവർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ശരി രാജൻ. What a beautiful lady. അയ്യോ, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുര ജീവാമൃതം, മധുര ജീവാമൃതം. പ്രിയേ, നിന്നെ എനിക്കിഷ്ടമായി. മുട്ടത്തോടിൽ കരിവരച്ചതുപോലുള്ള നിന്റെ കണ്ണ്, പട്ടി മൂക്കും കുത്തി വീണതുപോലുള്ള നിന്റെ മൂക്കും, റബ്ബർ കാ വിളിച്ചതുപോലുള്ള നിന്റെ ചിരിയും എന്നെ ഉന്മത്തം മറ്റതാക്കുന്നു. എന്നെ നിനക്ക് ഇഷ്ടമായോ? എനിക്ക് അല്ല, എന്നെ ഇഷ്ടമായോ നിനക്ക്? പ്രാണപ്രിയ, ഇപ്പൊ ഞാൻ പ്രിയല്ല, ഡ്യൂട്ടിയില്ല. കൂതറ കുലജാതനായ അങ്ങ് എവിടെ കിടക്കുന്നു? ഈ ഞാൻ എവിടെ കിടക്കുന്നു? അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. നീ എവിടാ കിടക്കുന്നേ? എന്റെ നെഞ്ചിന്റെ ഭാരം അങ്ങേക്ക് അറിയില്ല. ഒരു വിധം മനസ്സിലാകുന്നുണ്ട്. എന്റെ പ്രാണനാഥനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ സുന്ദരങ്ങളാണ്. എന്റെ ഈശ്വര, ബാലങ്കി നായരെയും ടി ജി രവിയെയും പോലെ മോശമാകാതിരുന്നത് എന്റെ ഭാഗ്യം. എങ്കിലെന്റെ ഊപ്പാട് വന്നേനെ. കുമാര, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ LLB എടുത്തു. കുമാരനോ? ഓ, ഞാൻ BSNL ആയിരുന്നിരിക്കുന്നത്. അതാകുമ്പോ നല്ല റേഞ്ചാ, ഇടിച്ചിടിച്ച് നിൽക്കും. കള്ളൻ, ഇത്ര നേരമായിട്ടും എന്റെ പേര് ചോദിച്ചില്ല. ഓ, ഞാനത് മറന്നു. എന്താ കുമാരിയുടെ പേര്? എന്റെ പേര് കുലീനത. ഓഹോ. വീട്ടിലെ പേര് തങ്കമ്മ. അങ്ങനെ 2 പേരുണ്ട് എനിക്ക്. നിനക്ക് കുറഞ്ഞത് 2 പേരെങ്കിലും വേണ്ടി വരും. ഇഷ്ടമുള്ളവരെന്നെ കാതരേന്ന് വിളിക്കും. കാതര, നല്ല പേര്. ഞാനും കൂടി ഒന്ന് വിളിച്ചോട്ടെ? വിളിച്ചോളൂ. കൂതരേ, അല്ല കാതരേ. കുമാരൻ എന്നോടുള്ള സ്നേഹം മുനിസിപ്പാലിറ്റി പൈപ്പിലെ വെള്ളം പോലെ വല്ലപ്പോഴുമേ ഉള്ളൂ. അല്ല, അത് മെഗാ സീരിയൽ പോലെ ലോകാവസാനം വരെ നീണ്ടു കിടക്കും. നിന്റെ ഈ കറുത്തു തൊടുത്ത കവിളത്ത് എന്റെ ആദ്യ പ്രണയോപകാരം ഞാൻ നൽകട്ടെ? വേണ്ട. എന്താ, നാണമാണോ? നാണമല്ല, നാറ്റമാ. ഒടുക്കത്ത വായ്നാറ്റം. ഓ, അതോ? അപ്പടി പോട് പോട് പോട്, പതിവ് മുഴുവൻ പോടാനേ. ഈ സൈഡിൽ പോട് പോട് പോട്, ഇവിടെ പോടാ തങ്കമ്മേ. ഈ പോട് സാരമില്ല, ഈ നാട്ടം പ്രശ്നമില്ല. ഈ പോടും മാറുകയില്ല, ഈ നാട്ടും മാറുകയില്ല. അടുത്ത് വരൂ തങ്കമ്മേ, ഇങ്ങടുത്ത് വാടി തങ്കമ്മേ. അടുത്ത് വരൂ തങ്കമ്മേ, ഇങ്ങടുത്ത് വാടി തങ്കമ്മേ. അടുക്കാൻ വരട്ടെ. കുമാര, എങ്ങനെ ഉണ്ട്? എങ്ങനെ ഉണ്ടാൻ? എന്നത്തെയും പോലെ കൈവച്ച് എന്നെ വാരി ഉണ്ട്. അതല്ല, നമ്മുടെ രാജകുമാരി എങ്ങനെ ഉണ്ടെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടു? അതോ, ഇഷ്ടമായി, വളരെ വളരെ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് സ്ത്രീധനം ഫിക്സ് ചെയ്ത് കല്യാണം ഉറപ്പിക്കാം. കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് നാം ഒരു കാര്യം പറയാം. നാം ഈ കല്യാണം കലക്കും. അയ്യോ പെണ്ടി, നീ ഈ കല്യാണം കലക്കുമോടാ? അയ്യോ, അതല്ല രാജൻ, ഞാൻ ഈ കല്യാണം അടിച്ചു പൊളിക്കുമെന്ന്. വൃത്തികെട്ടവനെ, നീ ഈ കല്യാണം അടിച്ചു പൊളിക്കുമോടാ? ഞാൻ അങ്ങനെ ചെയ്യുമോ രാജൻ? കുമാരിയുടെ കല്യാണം എന്റെ കല്യാണം പോലെയല്ലേ? അയ്യോ ചാത്തേ, വിവരക്കെട്ടവനെ, കുമാരിയുടെ കല്യാണം എങ്ങനെയാ നിന്റെ കല്യാണമാകുന്നത്? അയ്യോ, താൻ എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് കല്യാണത്തിന് വരത്തുമില്ല. എന്റെ അമ്മ, അയ്യോ. അതൊക്കെ പോട്ടെ കുമാര, നമുക്ക് കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാം. എന്താ? കൊടുക്കലിനെ കുറിച്ച് എനിക്കൊന്നും സംസാരിക്കാനില്ല. വാങ്ങലിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ രാജ്യത്ത് എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളും നിനക്ക് സ്ത്രീധനമായി തന്നിരിക്കുന്നു. ആക്രി സാധനങ്ങൾ വാങ്ങാൻ ഞാൻ എന്താ പാണ്ടിക്കാരനോ? എങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സ്വകാര്യ ചിട്ടി കമ്പനികളും ബ്ലേഡ് കമ്പനികളും നിനക്ക് സ്ത്രീധനമായി തരാം. എന്താ? മഹാരാജൻ,
ചിട്ടി കമ്പനികളും ബ്ലേഡ് കമ്പനികളും എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് ഗുണ്ടായിസം വശമില്ല. പിന്നെ നിനക്ക് എന്താ വേണ്ടത് പറയൂ. എനിക്ക് ഈ രാജകൊട്ടാരം സ്ത്രീധനമായി തരണം. എന്ത് കൊട്ടാരമോ? ശരി, നാം സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇതിന്റെ ആധാരം ബാങ്കിൽ പണയത്തിലാണ്. എങ്കിൽ ഈ കല്യാണത്തെ കുറിച്ച് എനിക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. കുമാരി, എന്തിനാണ് ഇങ്ങനെ തേങ്ങുന്നത്? എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം. കുമാരി കരയാതിരിക്കൂ, കുമാരി കരയാതിരിക്കൂ. മഹാരാജൻ, കൊട്ടാരം ജപ്തി ചെയ്യാൻ ആളുകൾ വന്നു നിൽക്കുന്നു. കൊട്ടാരത്തിലെ കാണാൻ കൊള്ളാവുന്ന എല്ലാ തോഴിമാരെയും അവർ ജപ്തി ചെയ്ത് കഴിഞ്ഞു. ഈശ്വര, കൊട്ടാരം പോയതിൽ നമുക്ക് വിഷമമില്ല. പക്ഷെ നമ്മുടെ തോഴികൾ ശരി. അയ്യോ, അച്ഛാ, നമ്മുടെ കൊട്ടാരം പോയി, സ്വത്തുക്കൾ പോയി, എല്ലാം പോയി. നാം ഇനി എവിടെ കിടക്കും അച്ഛാ? ഈശ്വര. കുമാരി വിഷമിക്കാതിരിക്കൂ. കുമാരിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ കുടിയന്റെ അടിയിൽ കിടക്കാം. അല്ല, ഈ അടിയന്റെ കുടിയിൽ കിടക്കാൻ. മഹാരാജൻ, കൊട്ടാരവും തോഴിമാരെയും ജപ്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, നമ്മുടെ രാജ്യത്തെ കടക്കണയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നാം ഇനി എന്ത് ചെയ്യും? പറയൂ രാജൻ, പറയൂ. നാം ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്താണ് രാജൻ? ഇനി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ മഹാറാണിക്ക് മാത്രമേ കഴിയൂ. അതെങ്ങനെ കഴിയും രാജൻ? എടോ, നാം നമ്മുടെ മഹാറാണിക്ക് ഓരോ ചുംബനം നൽകുന്നതിനോടൊപ്പം ഓരോ 50 പൈസ തുട്ടുകൾ കൂടി നൽകുമായിരുന്നു. ഈ 50 പൈസ തുട്ടുകളെല്ലാം മഹാറാണി ഒരു കുടുക്കയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാം കൊടുത്ത ചുംബനത്തിന്റെ കണക്കുകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ കടക്കടയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ തുകയുണ്ടാവും. ആരെവിടെ? മഹാറാണിയോട് ആ കുടുക്ക കൊണ്ടുവരാൻ പറയൂ. ഇതാ മഹാരാജൻ, ഞാനൊരു നിധി പോലെ കാത്തു സൂക്ഷിച്ച പവിത്രമായ ആ കുടുക്ക. മാന്യ മഹാജനങ്ങളെ, നാം നമ്മുടെ റാണിക്ക് ചുംബനത്തോടൊപ്പം കൊടുക്കാറുണ്ടായിരുന്ന 50 പൈസ തുട്ടുകൾ നിറച്ച പവിത്രമായ ഈ കുടുക്ക നമ്മുടെ രാജ്യത്തെ കടക്കടയിൽ നിന്ന് രക്ഷിക്കാൻ നാം ഇതാ പൊട്ടിക്കുന്നു. എന്ത്? നാം നമ്മുടെ ചുംബനങ്ങൾക്കൊപ്പം 50 പൈസ തുട്ടുകളല്ലേ തന്നുകൊണ്ടിരുന്നത്? അതെ. പിന്നെ ഇതിനകത്ത് അങ്ങനെ 1000ന്റെ 500ന്റെ നോട്ടുകൾ വന്നു? പറയൂ റാണി, പറയാൻ. അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങേ പോലെ പിശുക്കന്മാരല്ല മന്ത്രിയും ഭടനും ഗ്രാമവാസികളും, പിന്നെ ഈ പൊടിമോനും. ഈശ്വര, കണ്ണുനീർ തുള്ളിയേ ശ്രീയോട് ഭവിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം.